നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൊഴിഞ്ഞു പോയ മുടി തിരിച്ച് വീണ്ടും വളർന്നു വരാനായിട്ട് നമുക്ക് പല ട്രീറ്റ്മെൻറ്റ്സും ഉണ്ട്. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഇതിന് മുൻപിട്ട കുറേ വീഡിയോസിൽ പറയാറുള്ളത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൂടാത്ത കാര്യങ്ങൾ, ഇങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നീടും മുടി തിരിച്ച് വരുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ മുടി കാണുന്നില്ല, ഇനിയും ഉള്ള മുടിക്ക് നീളം വയ്ക്കുന്നില്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്ലിനിക്കൽ പ്രൊസീജിയറിനെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു ഹോമിയോപ്പതി ഡോക്ടറാണ്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളെല്ലാം ഹോമിയോപ്പതി ബേസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ് മാത്രമാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. അപ്പോൾ ഈ പലപ്പോഴും എന്താണ് ഹോമിയോപ്പതിക് മെഡിസിൻ എന്ന് പോലും പലർക്കും അറിയില്ല. ഇതിനകത്ത് നമ്മൾ കാണുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള പല കാര്യങ്ങളിലും നമ്മൾ മരുന്നെടുക്കുന്നുണ്ട്. അതപ്പോൾ ഇത് ആർണിക്ക പോലെ, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വേപ്പ് പോലെ, അല്ലെങ്കിൽ മഞ്ഞൾ പോലെ, ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഉദാഹരണങ്ങളാട്ടോ. ഇതിൽ നിന്ന് തലമുടിക്കുള്ള മരുന്നെടുക്കുന്നു എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ ഇതുപോലുള്ള ഒരുപാട് ഹെർബ്സിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് അതിനെ പല രീതിയിലാക്കിയിട്ടാണ് നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഹെയർ റീഗ്രോത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ പലപ്പോഴും ആർണിക്ക ഓയിലിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാകും. പണ്ടൊക്കെ ഹോമിയോപ്പതി എന്ന് പറയുമ്പോൾ എല്ലാവരും മുടി വളരാനുള്ള എണ്ണ, ആർണിക്ക ഓയിൽ എന്നൊക്കെയാണ് പലപ്പോഴും പറയാറുള്ളത്. മുടി വളരാൻ മാത്രമല്ല മറ്റു പല കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഓയിലായിട്ടല്ല, അല്ലാത്ത നമുക്ക് നോൺ ഇൻവേസീവായിട്ട്, അതായത് ഒരു രീതിയിലുള്ള മുറിവുകളോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വേദനകളോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ നമുക്ക് നമ്മുടെ മെഡിസിൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതിനെന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പൊതുവേ നമ്മൾ ഇപ്പോൾ ഒരു ഹെയർ ഫോളിൻ്റെ കാര്യമായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു 20 മിനിറ്റ് മുതൽ ചില കേസിലൊക്കെ ഒരു അരമണിക്കൂർ വരെ ഒരു കേസ് ടേക്കിംഗ് മാത്രം ഒരു പേഷ്യൻറ്റിന് പോകാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു സിസ്റ്റത്തിനെ സംബന്ധിച്ച് ഒരു കാരണം കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ഇപ്പോൾ സാധാരണ പറയുന്ന പോലെ മുടി കൊഴിയുന്നു, ഇതിൻ്റെ ഒരു ഫേസ് ഉണ്ട്, ആനജൻ ടീലജൻ എന്നൊക്കെ പറഞ്ഞാൽ ഫേസ് വഴി പോകുമ്പോൾ മുടി പൊഴിഞ്ഞു പോകുന്നുള്ളൊരു ടെക്നിക്കലായിട്ടല്ല നമ്മൾ അതിനെ ഡീൽ ചെയ്യുന്നത്. നമ്മുടെ ശാരീരികവും പ്രത്യേകിച്ച് മാനസികവുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. കേസ് ടേക്കിങ് തന്നെ വളരെ സ്ട്രേഞ്ച് ആയിട്ട്, ഇപ്പം നിങ്ങൾക്ക് പുതച്ച് കിടക്കാനാണോ ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുന്ന സമയത്ത് വാതിലും ജനലും തുറന്നിടുമോ അല്ലെങ്കിൽ അടച്ചിടുമോ, നിങ്ങൾക്ക് വിഷമം തോന്നുമ്പോൾ ഒരാൾ സമാധാനിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സങ്കടം കൂടുകയാണോ കുറയുകയാണോ, ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ കുറച്ച് എന്താ പറയുക, ഒരു കൗതുകമായിട്ട് തോന്നും. ഇങ്ങനെയൊക്കെ നമ്മളൊരു ഡോക്ടർ ഇങ്ങനെയൊക്കെ ചോദിക്കുമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളും കൂടെ കണക്കിലെടുത്തിട്ടാണ് എന്താണ് ഇതിൻ്റെ കാരണമെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മാനസികമായിട്ടുള്ള നമ്മുടെ ബുദ്ധിമുട്ടുകളും മുടി കൊഴിച്ചിന് ഒരു വലിയ കാരണമാണെന്ന് പറയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് നമ്മുടെ കേസ് ടേക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ ഒരാളിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കും. ചിലപ്പോൾ അതൊരു കുശലാന്വേഷണം പോലെ ആയിരിക്കും നമ്മൾ അവരോട് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു എന്താ പറയുക, ഒരു രോഗിയെന്ന് നമ്മൾ പറയാൻ പാടില്ല. നമ്മുടെ അടുത്ത് വരുന്ന ഒരാൾക്ക് ഈ ഒരു മുടി കൊഴിച്ചിലായിക്കോട്ടെ, മുഖക്കുരു ആയിക്കോട്ടെ, താരനായിക്കോട്ടെ, എന്ത് കാരണമായാലും, വയറിൻ്റെ പ്രശ്നമായിക്കോട്ടെ, അവർക്ക് ശരിക്കും പറഞ്ഞ ഒരു ഡോക്ടറിനെ കാണാൻ വരുന്ന ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് പകുതി. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കും. അതിൻ്റെ ബേസിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അവരുടെ ആ ഒരു അവസ്ഥയ്ക്കനുസരിച്ച് നമുക്ക് അകത്ത് കഴിക്കാനുള്ള മെഡിസിൻസ് ചിലപ്പോൾ ഉണ്ടാവും. പുറമേ ഇപ്പോൾ താരൻ പോലുള്ള കാര്യം, ഇപ്പോൾ സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലുള്ള കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ സോറിയാറ്റിക് ബാക്ക്ഗ്രൗണ്ട് കാണാം. ഇനി അതൊന്നുമല്ല, സ്കാൽപ്പ് ഡ്രൈനസ് ആയിരിക്കാം. ഇനി മുടി തിരിച്ച് വരുന്നില്ല, ഫോളിക്കിൾസ് ഒന്നും സ്റ്റിമുലേറ്റഡ് ആവുന്നില്ല, അല്ലെങ്കിൽ അടഞ്ഞു പോയിരിക്കുന്നു. ഇത്തരത്തിലുള്ള കണ്ടീഷൻ ആണെങ്കിൽ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് ഉണ്ട്. പ്ലസ് നമുക്ക് പുറമേ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, അത് ക്ലിനിക്കൽ പ്രൊസീജിയറാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പം പലപ്പോഴും നമുക്ക് ഒട്ടും തന്നെ വേദനയില്ലാതെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഹെയർ ഫോളിക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിസിൻസ് പലതും നമുക്ക് അപ്ലൈ ചെയ്ത് അതിന് വേണ്ട കാര്യങ്ങളും സ്റ്റിമുലേഷനും കൊടുക്കുമ്പോൾ തിരിച്ച് റീഗ്രോത്ത് മാത്രമല്ല, നമുക്ക് ഹെയറിന് ലെങ്തും കൂടെ വയ്ക്കും. അതുപോലെ തന്നെ ഇപ്പോൾ മെഡിസിൻ നമ്മൾ അകത്തേക്ക് എടുക്കുന്നു എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു മൈക്രോ ന്യൂട്രിയൻ സപ്ലിമെൻറ്റ് പോലെ വരുന്ന കുറേ മെഡിസിൻസ് നമുക്കുണ്ട്, അത് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെയും കണ്ടീഷൻ അനുസരിച്ച്, ഇപ്പോൾ ചിലർക്ക് ഫുഡ് ശരിയാവുന്നില്ല, അല്ലെങ്കിൽ ചിലർക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് ദഹനത്തിന് പ്രശ്നമുണ്ടായിരിക്കാം. അങ്ങനെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി മുതൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ബേസ് ചെയ്തിരിക്കുന്നു. ഈ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ വലിയൊരു ഫാക്ടർ ആട്ടോ. അതിനെ ബേസ് ചെയ്തിട്ടുള്ള മെഡിസിൻസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മളൊരു എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ, ഇപ്പോൾ താരനുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചിലപ്പോൾ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആൻറ്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് പ്ലസ് ഒരു ഹെയർ ഫോൾ ട്രീറ്റ്മെൻറ്റ്, ഇങ്ങനെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും പോകുന്നത്. ഇനി മുടി കൊഴിച്ചിൽ മാത്രമേ ഉള്ളൂ, റീഗ്രോത്ത് കാണുന്നില്ല
എങ്കിൽ നമുക്ക് ആ ഒരു രീതിയിലെ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. ഇനി ഇതൊന്നുമല്ല, ഉള്ള മുടിയെ തന്നെ നമുക്ക് സംരക്ഷിച്ച് നിർത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ചോദിക്കുകയാണെങ്കിൽ പറയും നല്ല പ്രായത്തിൽ അത്യാവശ്യം നല്ല തലമുടി ഉണ്ടായിരുന്നു, ഒരു 25 അല്ലെങ്കിൽ 30 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക്, ഇപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണല്ലോ പല രീതിയിലുള്ള ഇപ്പം പ്രഗ്നൻസി അല്ലെങ്കിൽ ഡെലിവറി, പിന്നെ പ്രീ മെനോപോസൽ അല്ലെങ്കിൽ മെനോപോസൽ, അങ്ങനെ കുറേ സ്റ്റേജസിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് രീതിയിലുള്ള മാറ്റങ്ങൾ വരും. തലമുടിയിലൊക്കെയാണ് തിന്നിങ് വരാം, അതായത് മുടിക്ക് കട്ടി തീരെ കുറഞ്ഞു പോകും. ഇനി ഈ കട്ടി കുറഞ്ഞ മുടി ഇങ്ങനെ താഴ്വശം കൂട്ടിക്കെട്ടും, അതായത് ഇങ്ങനെ കെട്ട് വീഴുന്നൊരവസ്ഥയുണ്ട്. അത് ഒരുപാട് പേര് വന്ന് പറയുന്ന കാര്യം. അത് മുടിയുടെ കട്ടി കുറയുമ്പോൾ, ഓരോ മുടിയുടെയും കട്ടി കുറയുമ്പോഴാണ് ഇങ്ങനെ വളരെ തിന്നായിട്ട് പഞ്ഞി പോലെ വന്ന് കൂട്ടിക്കെട്ടി അത് പിന്നെ പൊട്ടിപ്പോവും. ജസ്റ്റ് പിടിക്കുമ്പോൾ തന്നെ അത് പൊട്ടിപ്പോവും. അപ്പോൾ അതിനൊക്കെ ഉള്ള സൊല്യൂഷൻ ഈ പറഞ്ഞതുപോലെ നമുക്കതിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഓരോ ആൾക്കാരുടെയും എന്താണോ അവരുടെ ഒരു അവസ്ഥ, ഇപ്പോൾ ചിലർ ചോദിക്കുക അതിന് ഏത് മരുന്നാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പലരും മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. നമ്മളെപ്പോഴും ഒരു മരുന്നല്ല ഒരു ഇതിന് വരുന്നത്, ഇപ്പോൾ ഒരുപാട് മരുന്നുകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കേസ് ടേക്കിങ്ങിൻ്റെ ബേസിലാണ് നമ്മൾ ഏത് മെഡിസിൻ സെലക്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി ഞാൻ ആ പ്രൊസീജിയറിൻ്റെ ഡീറ്റെയിൽസ് കുറച്ചൊന്ന് പറയാം. ഇത് നമുക്ക് ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാൻ പറ്റുന്നൊരു പ്രൊസീജിയറാണ്. പ്രത്യേകിച്ച് ഇതിന് യാതൊരു എന്താ പറയുക വേദന, എല്ലാവരും ചോദിക്കുന്നത് പെയിൻഫുൾ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും സൂചിയോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉപയോഗിക്കോ, ഒന്നുമില്ല. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും നമുക്കിതിനകത്ത് ആവശ്യമേ ഇല്ല. ആദ്യം നമ്മൾ നമ്മുടെ സ്കാൽപ്പിൻ്റെ ടൈപ്പ് നോക്കും. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ചിലർക്ക് ഡാൻഡ്രഫ് കാണും, അങ്ങനത്തെ കണ്ടീഷനൊക്കെ ഉണ്ടോ എന്ന് എക്സാമിൻ ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ സ്കാൽപ്പ് ക്ലെൻസ് ചെയ്യുക. അതായത് പുറത്തുനിന്നൊക്കെ വരുമ്പോൾ എന്തായാലും പൊടിയും കാര്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഹെയർ ഫോളിക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് ഉണ്ട്, അതിനുള്ള ടെക്നിക്സും ഉണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഈ ഫോളിക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എപ്പോഴും ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരമായാലും മൈക്രോ ന്യൂട്രിയൻസ് ആയാലും, ഇപ്പോൾ ഈ സ്കാൽപ്പിന് അടിയിൽ എന്തായാലും ഒരു ബ്ലഡ് സപ്ലൈ ഉണ്ടല്ലോ, ആ ന്യൂട്രിയൻസ് അവിടേക്ക് എത്തണം. അതായത് ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ നല്ല പ്രഷറിൽ നമ്മളൊരു ഹോസ് വഴി നമ്മൾ വെള്ളം ഇത് ചെയ്താൽ മാത്രമേ എത്തേണ്ട സ്ഥലത്തേക്കൊക്കെ എത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ആ മൈക്രോ ന്യൂട്രിയൻസ് എല്ലാ സ്ഥലത്തേക്കും എത്തിപ്പെടണം. അതിനെന്ത് ചെയ്യണം? ഈ മൈക്രോ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ ആ മൈക്രോ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിമുലേഷൻ കൊടുക്കണം. അങ്ങനെ ന്യൂട്രിയൻസ് കിട്ടുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഫോളിക്കിൾസ് സ്റ്റിമുലേറ്റഡ് ആവും. മാത്രമല്ല നമുക്ക് റീജനറേഷൻ അല്ലെങ്കിൽ ഹെയർ പിന്നീട് തിരിച്ച് വരുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ചെറിയ ചെറിയ മുടികൾ നമുക്ക് കാണാൻ പറ്റും. ആദ്യം മുടി കൊഴിച്ചിലുള്ളവരാണെങ്കിൽ ആദ്യം മുടി കൊഴിച്ചിൽ കുറയണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് വിത്തിൻ 1 മന്തിൽ ഒരു 100 മുടി പൊഴിയുമെങ്കിൽ നിങ്ങൾക്കതൊരു 60 അല്ലെങ്കിൽ 50 ഒക്കെ ആയിട്ടായിരിക്കും ഫസ്റ്റ് മന്ത് കുറയുന്നത്. അതിനുശേഷം നെക്സ്റ്റ് മന്ത് ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒരു 40 മുടി അല്ലെങ്കിൽ 50 മുടിക്കകത്ത്. 50 മുടിയൊക്കെ ഒരു ദിവസം കൊഴിയുന്നത് ഇപ്പം 50 to 70 ഒരു നോർമൽ റേഞ്ചായിട്ട് ഇപ്പോൾ കൺസിഡർ ചെയ്തേക്കുന്നത് നമ്മുടെ ഒരു സാഹചര്യം വെച്ചിട്ട് ഒരു 50 മുടിയിലേക്ക് മാറും. അതിൻ്റെ ഇടയിൽ തന്നെ ഒരു 1.5 മാസം കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഹോർമോണിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ചെറിയ മുടി വരുന്നത് കാണാനും പറ്റും. വെട്ടി വിട്ട പോലെ കുറേ മുടികൾ നമുക്ക് വരും. പിന്നത്തെ ടാസ്ക് അത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അതും ഈ പറഞ്ഞ മാതിരി നമുക്ക് കുറച്ച് സിറ്റിങ്സ്, അത് ഓരോ മാസം ഇടവിട്ടാണ് ഓരോ സിറ്റിംഗ് വരുന്നത്. അതിൽ 15 ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. വൺസ് ഇൻ 15 ഡേയ്സ് എടുത്താൽ അത്രയും നല്ലത്. പക്ഷേ നമ്മുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് ഓരോ മാസം ഇടവിട്ടും എടുക്കാം. അങ്ങനെ എടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു റീഗ്രോത്ത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക മീൻസ് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ക്ലിനിക്കിൽ വിളിച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി പറയും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഇതുവരെ ഒരുപാട് കാര്യം ചെയ്തു പക്ഷേ ഒന്നിനും റിസൾട്ട് ഇല്ല, ഇനി എന്ത് ചെയ്യാം എന്ന് ആലോചിക്കുന്നതിനെക്കുറിച്ച് ഹോമിയോപ്പതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാമെന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്.